തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികളാണ് പരിഗണിക്കുക. പൗരത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് വരെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം എടുത്തു കളയാൻ കഴിയുമോ എന്ന് സുപ്രീം കോടതി നേരത്തെ ചോദ്യം ഉന്നയിച്ചിരുന്നു. അബ്ദുൽ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൽ റഷീദ്, ഈ തീവ്ര വോട്ടർ പട്ടിക വിഷയം ഒരിക്കൽ കൂടി കോടതിയുടെ മേശപ്പുറത്തേക്ക് എത്തുകയാണ്. സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങളായി നൽകാനാകുന്നത്? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരിക്കും പരിഗണിക്കുക. നേരത്തെ കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടങ്ങളിൽ ഈ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ അപേക്ഷകൾ ഉണ്ടായിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും അത്തരത്തിലുള്ള ഉത്തരവുകൾ സുപ്രീം കോടതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വോട്ടവകാശവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി സംസ്ഥാന സർക്കാരുകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പൗരത്വത്തെ കുറിച്ചുള്ള ചോദ്യം അത് സർക്കാർ തീരുമാനിക്കുന്നത് വരെ ഈ വോട്ടവകാശം ലംഘിക്കാനാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ഘട്ടങ്ങളിൽ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം ഈ പൗരത്വത്തെ കുറിച്ച് ഇൻ കസ്റ്റോഡിയൽ അന്വേഷണം നടത്താനുള്ളൊരു അധികാരം അത് തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർവാദങ്ങളായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക.